പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ഈ പകൽ നമുക്ക് ആരംഭിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി 15/7/2026 ബുധനാഴ്ച രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗിലേക്ക് കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് 2026 196 ദിവസമാണ്. ഈ പുതിയ പ്രഭാതം നമ്മുടെ ശക്തി കൊണ്ടല്ല, കർത്താവിന്റെ അളവറ്റ കരുണ കൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. ഇന്നലെ നമ്മെ കാത്ത ദൈവം ഇന്നും നമ്മെ തന്റെ സന്നിധിയിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുന്നല്ലോ. ഈ പ്രഭാതത്തിൽ നമുക്ക് ആദ്യം ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി പറയാം. ദൈവം നൽകിയ ആരോഗ്യത്തിനായി, ദൈവം നൽകിയ പുതിയ ദിവസത്തിനായി നന്ദി പറയാം. അവിടുത്തെ അതിന്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും നന്ദി പറയാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വെറും ഒരു ലൈവ് കാണാൻ വന്നതല്ല, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാനാണ് വന്നിരിക്കുന്നത്. വചനത്താൽ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ബലപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടുവാനും യേശുക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുമാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുവാൻ ദൈവം ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Amen. ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാകട്ടെ. Praise the Lord. Hallelujah. Thank you, Lord. നിങ്ങളുടെ ഹൃദയം തുറക്കൂ, നിങ്ങളുടെ പ്രതീക്ഷ ദൈവത്തിൽ വെക്കൂ. അവിടുന്ന് ഇന്നും സംസാരിക്കുന്നു, ഇന്നും സൗഖ്യമാക്കുന്നു, ഇന്നും വിടുവിക്കുന്നു, ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും കമന്റിൽ ഒരു കാര്യം മാത്രം എഴുതൂ: കർത്താവേ, ഞാൻ അങ്ങയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമെങ്കിൽ ഈ ലൈവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും പങ്കുവെക്കൂ. ഇന്ന് ഈ വചനം ഒരു കുടുംബത്തെ മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഒരു മനസ്സോടെ കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാം. ഹല്ലേലൂയ. ഓ യേശുവിന് സകല മഹത്വവും, സകല പുകഴ്ചയും, സകല ആരാധനയും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ നിലനിൽക്കും, ജീവജല പാനം ചെയ്യും, ജീവവെള്ള യേശുവിനോടായി നിത്യം ചേർന്ന് നടന്നിടും. നിൻ വചനമേ എൻ ദീപം, എൻ പാതയിൽ വെളിച്ചമേ. നിൻ സന്നിധിയിൽ വസിക്കുമ്പോൾ എൻ ആത്മാവിൻ സമാധാനമേ. പരിശുദ്ധാത്മാവേ വരണമേ,
എന്നുള്ളം നിറച്ചിടണമേ. ഫലം കായ്ക്കും ജീവിതമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹവും ദയയും ക്ഷമയും എന്നിൽ എന്നും വളർന്നിടട്ടെ. ക്രിസ്തുവിന്റെ സ്വരൂപം മാത്രം എൻ ജീവിതത്തിൽ തെളിഞ്ഞിടട്ടെ. ക്ഷീണിച്ച നാളിൽ താങ്ങിടുന്ന വിശ്വസ്തനായ ദൈവമേ, കാറ്റും കൊടുങ്കാറ്റും വന്നാലും അങ്ങയിൽ ഞാൻ ഉറച്ചിടും. യേശുവേ, നീയാണൻ ജീവൻ, നിന്നെ വിട്ടൊന്നുമില്ല. നിന്നിൽ വസിച്ച നിത്യവും ഞാൻ നിൻ മഹത്വം ഘോഷിച്ചിടും. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ നിലനിൽക്കും, ജീവജലം പാനം ചെയ്യും. ജീവവെള്ളം യേശുവിനോടായി നിത്യം ചേർന്നു നടന്നിടും. നിൻ വചനമേ എൻ ദീപം, എൻ പാതയിൽ വെളിച്ചമേ. നിൻ സന്നിധിയിൽ വസിക്കുമ്പോൾ എൻ ആത്മാവിൽ സമാധാനമേ. പരിശുദ്ധാത്മാവേ വരണമേ, എന്നുള്ളം നിറച്ചിടണമേ. ഫലം കായ്ക്കും ജീവിതമായി എന്നെ രൂപപ്പെടുത്തണമേ. സ്നേഹവും ദയയും ക്ഷമയും എന്നിലെന്നും വളർന്നിടട്ടെ. ക്രിസ്തുവിന്റെ സ്വരൂപം മാത്രം എൻ ജീവിതത്തിൽ തെളിഞ്ഞിടട്ടെ. ക്ഷീണിച്ച നാളിൽ താങ്ങിവമേ, വിശ്വസ്തനായ ദൈവമേ. കാറ്റും കൊടുങ്കാറ്റ് വന്നാലും അങ്ങയിൽ ഞാൻ ഉറച്ചിടും. യേശുവേ, നീയാണ് ജീവൻ, നിന്നെ വിട്ട് ഒന്നുമില്ല. നിന്നിൽ വസിച്ചു നിത്യവും ഞാൻ നിൻ മഹത്വം ഘോഷിച്ചിടും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് ഭാഗ്യം. ആമേൻ. നിന്നിൽ വസിച്ച് നിത്യം. ഹല്ലേലൂയ. ഞാൻ. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് എത്ര പേർക്ക് പറയുവാൻ കഴിയും? നിത്യം നിന്നിൽ വസിച്ച് ഞാൻ. ആമേൻ. നിൻ നാമത്തെ ഘോഷിച്ചിടും. ഹല്ലേലൂയ. പ്രിയരെ, ഈ പകൽ അപ്രകാരം ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. സ്നേഹത്തിലും ഫാമിലി അതിരാവിലെ തിരുസന്നിധി ആത്മീയ ഉണർവ് പരമ്പരയുടെ 7ാം ദിവസം ക്രിസ്തുവിൽ നിലനിൽക്കുക, ഫലം കായ്ക്കുന്ന ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗമാണ് ഈ പ്രഭാതത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കുന്നതിന് ചെത്തി വെടുപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പേ, ഞാൻ നിങ്ങളിൽ വസിക്കും.
കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കുന്നവരെ ഒരു കൊമ്പ് പോലും പുറത്ത് കളഞ്ഞ് അവൻ ഉണങ്ങി പോകുന്നു. ആ വക ചേർത്ത് തീയിട്ട് അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും ആഴമുള്ള ആത്മീയ സത്യങ്ങളിൽ ഒന്നാണ് ഈ പകൽ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിക്കുകയും ഞാൻ അവനിൽ വസിക്കുകയും ചെയ്യുന്നവൻ വളരെ ഫലം കായ്ക്കുന്നു. എന്നെ വിട്ടുപിരിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഈ വചനം ഒരു ഉപദേശം മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയാണ്. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം പര്യാപ്തയാണ്. നിന്നെ കൊണ്ട് മതി. ഹല്ലേലൂയ. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ആശ്രയത്വമാണ്. ആമേൻ. എന്നെ വിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ രണ്ട് ആമേൻ അല്ലെങ്കിൽ ഈ രണ്ടിന്റെയും വ്യത്യാസം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കും. ആമേൻ. ശ്രദ്ധിക്കണമേ, ക്രിസ്തീയ ജീവിതം അത് ബന്ധമാണ്, മതാചാരമല്ല. ആമേൻ. ദൈവം നമ്മെ ഒരു മതത്തിലേക്ക് വിളിച്ചിട്ടില്ല, തന്റെ പുത്രനുമായുള്ള ജീവനുള്ള ബന്ധത്തിലേക്കാണ് വിളിച്ചത്. ഹല്ലേലൂയ. ഒരു കൊമ്പ് വള്ളിയോട് ചേർന്നിരിക്കുമ്പോഴാണ് ജീവൻ ലഭിക്കുന്നത്. ആമേൻ. കൊമ്പ് വള്ളിയിൽ നിന്ന് വേർപെട്ടാൽ കുറച്ചു സമയം പച്ചയായി തോന്നിയാലും ക്രമേണ ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥനയില്ലാത്ത ജീവിതം, വചനമില്ലാത്ത ജീവിതം, ദൈവ സാന്നിധ്യമില്ലാത്ത ജീവിതം ആത്മീയമായി അതേ ഉണങ്ങി തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ചോദിക്കണം, ഞാൻ ഇന്ന് ക്രിസ്തുവിനോട് ചേർന്നാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. 2, ഫലം കായ്ക്കുക എന്നത് എന്താണ്? ആമേൻ. യേശു ഫലം അന്വേഷിക്കുന്നു. ആമേൻ. ഫലം എന്നത് പ്രസംഗം മാത്രമല്ല. ആമേൻ. ഫലം എന്നത് സ്നേഹം, വിശുദ്ധി, ക്ഷമ, വിനയം, കരുണ, ആത്മീയ നിയന്ത്രണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ജീവിതം. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22, 23 ആമേൻ വാക്യങ്ങളിൽ ആമേൻ ഇങ്ങനെ പറയുന്നു, ആത്മാവിന്റെ ഫലങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടതാണ്. ഹല്ലേലൂയ. വായിച്ചാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ത്യജയം. ഈ വഴിക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല. ക്രിസ്തുവേശുവിലുള്ള ജലത്തെ അതിന്റെ ത്യാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഒരു മാമ്പഴ മരം ആമേൻ അതെ മാമ്പഴം കായ്ക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന അതെ വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം കാണപ്പെടണം. പ്രിയരെ, മൂന്നാമതായി നാം വായിക്കപ്പെട്ട തിരുവചനത്തിൽ കാണുവാൻ കഴിഞ്ഞത് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ അത് വെട്ടി ശുദ്ധീകരിക്കുന്ന പിതാവ്. ഹല്ലേലൂയ. ഫലം കായ്ക്കുന്ന ഏത് കൊമ്പിനെയും അവൻ അധികം ഫലം കായ്ക്കേണ്ടതിന് ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, പരീക്ഷകൾ, കാത്തിരിപ്പുകൾ ഉണ്ടാകും. അവയൊക്കെയും ശിക്ഷയാണെന്ന് നാം കരുതുക. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും അത് ദൈവത്തിന്റെ ശുദ്ധീകരണമാണ്. ഒരു തോട്ടക്കാരൻ വൃക്ഷത്തെ നശിപ്പിക്കാനല്ല കൊമ്പുകൾ വെട്ടുന്നത്, അവൻ കൂടുതൽ ഫലം ലഭിക്കാനാണ്. അതുപോലെ നമ്മുടെ
ആമേൻ ജീവിതത്തിലും ആമേൻ ദൈവം ആമേൻ നമ്മുടെ അഹങ്കാരം, ആമേൻ സ്വയം പര്യാപ്തത, ആമേൻ ലോകാസക്തി എന്നിവ വെട്ടിമാറ്റുമ്പോൾ അത് നമ്മെ നശിപ്പിക്കാനല്ല, കൂടുതൽ ഫലം കായ്ക്കുവാനാണ്. ഹല്ലേലൂയ, ആമേൻ. അതിനാൽ പരീക്ഷയുടെ നടുവിലും പറയുക, കർത്താവേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഒരുപക്ഷെ ഈ ആമേൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ചിലരുടെ ജീവിതത്തിൽ ചില പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ തിരിച്ചറിയണം, അതിന്റെ അവസാനമല്ല, അതിന്റെ നാശമല്ല, ആമേൻ അതെ എന്നിൽ ആ ദൈവത്തിന്റെ ഹിതം ആമേൻ നിറവേറുവാനാണ്. പ്രിയരെ, ദൈവം ഇന്ന് നിങ്ങളെ വിളിക്കുന്നത് ആമേൻ തിരക്കേറിയ ജീവിതത്തിലേക്കല്ല, ഫലപുഷ്ടിയുള്ള ജീവിതത്തിലേക്കാണ്. ക്രിസ്തുവിൽ നിലനിൽക്കൂ, വചനത്തിൽ നിലനിൽക്കൂ, പ്രാർത്ഥനയിൽ നിലനിൽക്കൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നിലനിൽക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകുന്ന ഒരു വൃക്ഷമായി മാറും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ദൈവവചന ധ്യാനത്തിന് ശേഷം ആമേൻ നമ്മുടെ ആമേൻ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണ സമയം വേർതിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 16 വരെയും, സങ്കീർത്തനം 1 മുതൽ 3 വരെയും, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളും, എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെയും ആമേൻ ഈ പകൽ നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ആമേൻ എടുത്ത് വായിക്കുകയാണെങ്കിൽ നിശ്ചയമായും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ നിങ്ങളോട് ഇടപെടുകയും ആമേൻ ദൈവിക സ്പർശനം ആമേൻ ഈ പകൽ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനും ഇടയാകും. പ്രിയ ദൈവമക്കളെ, യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചോദിച്ചു കൊള്ളുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യമാണ് ഞാൻ ഓർപ്പിച്ചത്. ആമേൻ. ഈ വചനത്തിൽ ഒരു വലിയ ആത്മീയ രഹസ്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിക്കുന്നത് വചനത്തിൽ വേരൂന്നിയ ജീവിതത്തിലാണ്. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നു, എന്നാൽ വചനത്തിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയില്ല. ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ദൈവഹിതത്തോട് യോജിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനകൾ സ്വർഗത്തെ സ്പർശിക്കുന്നു. ആമേൻ. വേരുകൾ ആഴത്തിലായിരിക്കണം. സങ്കീർത്തനം 1 പറയുന്നത്, ഒഴുകുന്ന വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ ഇരിക്കും. വൃക്ഷത്തിന്റെ ശക്തി ശാഖകളിലല്ല, വേരുകളിലാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ വേരുകളില്ലാത്തത് വീഴും, വേരുള്ളത് നിലനിൽക്കും. പ്രിയരെ, നമ്മുടെ ആത്മീയ വേരുകൾ എവിടെയാണ്? സഭയിൽ മാത്രമോ അല്ലെങ്കിൽ ക്രിസ്തുവിലോ? സഭ സഹായിക്കും, ശുശ്രൂഷ പ്രോത്സാഹിപ്പിക്കും, എന്നാൽ ജീവൻ നൽകുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അതിനാൽ ഓരോ ദിവസവും അവിടുത്തെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുക. ഈ പ്രഭാതത്തിൽ ആമേൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ആമേൻ സമയം വേർതിരിച്ച് ആമേൻ ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, ഒരുപക്ഷെ ജോലിയുടെ ആമേൻ അതേ ഓട്ടത്തിലായിരിക്കാം, ഒരുപക്ഷെ അതിരാവിലെ ആമേൻ കിച്ചണിൽ ആമേൻ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുവാൻ, അതേ ജീവിത പങ്കാളിയെ ജോലിക്ക് അയക്കുവാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കാം, അതിനിടയിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുന്നത് ഒരുപക്ഷെ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ തിരക്കേറിയ ജീവിതത്തിന്റെ ആമേൻ അതേ ഓട്ടത്തിനിടയിലായിരിക്കാം, ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം. ആമേൻ. എവിടെയായിരുന്നാലും ആമേൻ ഈ പകൽ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സമയം ചെലവഴിക്കുന്നവർ ഫലമുള്ളവരാകും. ആമേൻ. ഫലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു മാവ് സ്വന്തം ഫലം തിന്നുന്നില്ല,
ഒരു തേങ്ങ സ്വന്തം വെള്ളം കുടിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനാണ്. അമ്മേ, നിങ്ങളുടെ ജീവിതം ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ ഒരാളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ള ആളുടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടോ? അതെ, മറ്റൊരാളുടെ കണ്ണുനീർ ആമേൻ അതെ തുടയ്ക്കുന്നുണ്ടോ? ഫലം കായ്ക്കുന്ന ജീവിതം സ്വയം ജീവിക്കുന്ന ജീവിതമല്ല, മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം മാറുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ, ആമേൻ. ഹൃദയത്തിനകത്ത് ആമേൻ അതെ കിടക്കുന്ന അസൂയ മാറിപ്പോയി, അത് സ്നേഹമായി അതേ മാറുന്നു, അത് സ്നേഹമായി വളരുന്നു, അതേ വെറുപ്പ് ക്ഷമയായി മാറുന്നു, അഹങ്കാരം വിനയമായി മാറുന്നു, ഭയം വിശ്വാസമായി മാറുന്നു. ആമേൻ. ഈ മാറ്റം മനുഷ്യ ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലാണ്. അതിനാൽ എല്ലാ ദിവസവും പറയുക, പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണമേ. ഈ ദിവസത്തിന്റെ ആരംഭത്തിൽ അപ്രകാരമുള്ള പ്രാർത്ഥനയോട് ആരംഭിക്കുമ്പോൾ നാം അനേകർക്ക് ആശ്വാസമാകും, നാം അനേകർക്ക് അനുഗ്രഹമാകും, നാം അനേകർക്ക് ആമേൻ ഉപകാരമാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആളുകൾ നമ്മെ പ്രശംസിക്കുകയല്ല, ദൈവം മഹത്വപ്പെടുക എന്നതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതം കണ്ടാൽ ആളുകൾ പറയണം, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ കുടുംബം ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് ക്രിസ്തുവിന്റെ സത്യസന്ധത കാണണം. നമ്മുടെ വാക്കുകളിൽ കൃപയുണ്ടാകണം. നമ്മുടെ ശുശ്രൂഷയിൽ ആത്മാക്കൾ യേശുവിലേക്ക് വരണം. പ്രിയരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയായിരിക്കാനല്ല, ഫലം കായ്ക്കുന്ന ശിഷ്യനാകാനാണ്. ക്രിസ്തുവിൽ നിലനിൽക്കൂ, വചനത്തിൽ വേരൂന്നു, പ്രാർത്ഥനയിൽ സ്ഥിരമാകൂ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ വചനം കേൾപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും അവിടുത്തെ കൃപയിൽ സമർപ്പിക്കും. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ ഹൃദയത്തിലും ഇടപെടുന്നതിനായി നന്ദി. അവിടുത്തെ ആത്മാവിനെ ഓരോ ജീവിതങ്ങളിലും പകരണമേ. ഉണങ്ങിയ ആത്മീയ ജീവിതങ്ങൾ വീണ്ടും പച്ച പിടിക്കട്ടെ. വചനത്തോടുള്ള ദാഹം വർദ്ധിക്കട്ടെ. പ്രാർത്ഥനയുടെ യാഗപീഠങ്ങൾ വീണ്ടും ജ്വലിക്കട്ടെ. കർത്താവേ, ഫലം കായ്ക്കുന്നതിനെ തടയുന്ന എല്ലാ ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ. നിരാശയുടെ മേഘങ്ങൾ നീങ്ങി പോകട്ടെ. പാപത്തിന്റെ ആകർഷണം തകർന്നു പോകട്ടെ. വിശുദ്ധ ജീവിതത്തിനുള്ള വിശപ്പ് ഓരോ ഹൃദയത്തിലും ജനിക്കട്ടെ. ഈ പ്രഭാതം മുതൽ വീടുകളിൽ ആമേൻ പ്രാർത്ഥന പുനഃസ്ഥാപിക്കപ്പെടട്ടെ. വചന വായന വീണ്ടും ആരംഭിക്കട്ടെ. സഭകളിൽ ആത്മീയ ഉണർവുണ്ടാകട്ടെ. യുവ തലമുറ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. രക്ഷിക്കപ്പെടാത്തവർ യേശു ക്രിസ്തുവിലേക്ക് വരട്ടെ. രോഗികൾ അങ്ങയുടെ സൗഖ്യ സ്പർശം അനുഭവിക്കട്ടെ. നിരാശയിലായവർക്ക് പുതിയ പ്രത്യാശ ലഭിക്കട്ടെ. പിതാവേ, അങ്ങയുടെ വാതിലുകൾ
അങ്ങയുടെ സമയത്ത് തുറക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാക്കുന്നത് മാത്രം ഒതുങ്ങാതെ അനേകരെ അനുഗ്രഹിക്കുന്നവരാക്കണമേ. ഞങ്ങളുടെ ജീവിതം കണ്ടാൽ ആളുകളെ യേശു ക്രിസ്തുവിനെ കാണട്ടെ. ഞങ്ങളുടെ വാക്കുകളിൽ കൃപയും സത്യവും നിറയട്ടെ. ഞങ്ങളുടെ നടപ്പിൽ വിശുദ്ധിയും സ്നേഹവും വെളിപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ രാജ്യത്തിന്റെ ഫലം കായ്ക്കുന്ന മുന്തിരി വള്ളിയാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ ഹൃദയത്തിലും ശക്തിയായി പ്രവർത്തിക്കണം. ഉണങ്ങിയ ആത്മീയ ജീവിതങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. തണുത്തുപോയ പ്രാർത്ഥന യാഗപീഠങ്ങൾ വീണ്ടും ജ്വലിപ്പിക്കണമേ. വചനത്തോടുള്ള വിശപ്പും ദാഹവും ഓരോ ഹൃദയത്തിലും വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടുന്ന് അരുളി ചെയ്യുന്നതുപോലെ ഞങ്ങൾ അങ്ങയിൽ നിലനിൽക്കുന്ന കൊമ്പുകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഫലം കായ്ക്കുന്നതിനെ തടയുന്ന എല്ലാ പാപബന്ധനങ്ങളും പാപ സ്വഭാവങ്ങളും എല്ലാ ഭയങ്ങളും നിരാശകളും ആത്മീയ അലസതയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഈ പ്രഭാതം മുതൽ ഓരോ കുടുംബത്തിലും സമാധാനം വസിക്കട്ടെ. രോഗത്താൽ വേദനിക്കുന്നവനമേ, അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം സ്പർശിക്കട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണീർ അങ്ങ് തുടച്ചു മാറ്റണമേ. ജോലി തേടുന്നവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് ജ്ഞാനവും കൃപയും നൽകണമേ. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം വചനത്തിന്റെ വെളിച്ചം വഹിക്കുന്ന ജീവിതമാകട്ടെ. ഞങ്ങളുടെ വാക്കുകൾ അനേകർക്ക് ആശ്വാസമാകട്ടെ. ഞങ്ങളുടെ സാക്ഷ്യം അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വീടുകൾ ആരാധനയുടെ ഭവനങ്ങളാകട്ടെ. ഞങ്ങളുടെ സഭകൾ ആത്മീയ ഉണർവിനാൽ നിറയട്ടെ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ നടക്കട്ടെ. ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന കർത്താവേ, വളഞ്ഞ വഴികളെ നേരെയാക്കുകയും അടഞ്ഞ വാതിലുകളെ തുറക്കുകയും അസാധ്യങ്ങളെ സാധ്യമാക്കുകയും ചെയ്യണമേ. ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ ദിവസം അങ്ങയുടെ സമാധാനത്തിലും കൃപയിലും വിജയത്തിലും നിറയട്ടെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം. അൻപുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ പകലെല്ലാവർക്കും സർവകൃപാലുവായ ദൈവം ധാരാളമായി കൃപ നൽകട്ടെ. മറനാഥ. എബനേസറായി കർത്താവ് കൂടെ ഇരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഫാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദിന പ്രയർ ഫാമിലി, അതിരാവിലെ തിരുസന്നിധിയിൽ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് നൈറ്റ് കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവഹിതമായാൽ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് വീണ്ടും ആമേൻ ആ ദൈവസന്നിധിയിൽ കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ്
എല്ലാവരെയും ആമേൻ അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ പിരിയാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ നിലനിൽക്കും, ജീവജലം പാനം ചെയ്യും. ജീവവെള്ളം യേശുവിനോടായി നിത്യം ചേർന്നു നടന്നിടും. നിൻ വചനമേ എൻ ദീപം, എൻ പാതയിൽ വെളിച്ചമേ. നിൻ സന്നിധിയിൽ വസിക്കുമ്പോൾ എൻ ആത്മാവിൽ സമാധാനമേ. പരിശുദ്ധാത്മാവേ വരണമേ, എന്നുള്ളം നിറച്ചിടണമേ. ഫലം കായ്ക്കും ജീവിതമായി എന്നെ രൂപപ്പെടുത്തണമേ. സ്നേഹവും ദയയും ക്ഷമയും എന്നിലെന്നും വളർന്നിടട്ടെ. ക്രിസ്തുവിന്റെ സ്വരൂപം മാത്രം എൻ ജീവിതത്തിൽ തെളിഞ്ഞിടട്ടെ. ക്ഷീണിച്ച നാളിൽ താങ്ങിടുന്ന വിശ്വസ്തനായ ദൈവമേ, കാറ്റും കൊടുങ്കാറ്റ് വന്നാലും മങ്ങയിൽ ഞാൻ ഉറച്ചിടുന്നു. യേശുവേ നീയാടിൻ ജീവൻ, നിന്നെ വിട്ട് ഒന്നുമില്ല. നിന്നിൽ വസിച്ചു നിത്യവും ഞാൻ നിൻ മഹത്വം ഘോഷിച്ചിടും.